75 മുതൽ 80% വരെ റെസ്യൂമേഴ്സും ATS സ്ക്രീനിങ്ങിൽ പരാജയപ്പെടുകയാണ് ചെയ്യാറുള്ളത്. അതായത് ജോലി കിട്ടാനുള്ള സാധ്യതയിൽ നിന്ന് പിന്തള്ളപ്പെടുകയാണ് ചെയ്യാറുള്ളത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എങ്ങനെ ഇത് മറികടക്കാമെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എല്ലാവർക്കും അറിയാമെങ്കിലും ഇതല്ല ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഞാൻ ആദ്യം പറയട്ടെ. സോ ഫസ്റ്റ് വൺ, ATS ഫ്രണ്ട്ലി ഫോർമാറ്റ് എന്നുള്ളതാണ്. ATS ഫ്രണ്ട്ലി റെസ്യൂമേ എന്നാണ് എല്ലാവരുടെയും മൈൻഡിലുള്ള കാര്യം. ATS ഫ്രണ്ട്ലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ATS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് വായിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലായിരിക്കുക റെസ്യൂമേ എന്നുള്ളതാണ്. അതിൽ എഴുതിയിരിക്കുന്നത് വായിക്കാനായിട്ടൊരു കപ്പാസിറ്റി ഉണ്ടാവും, അത്രമാത്രം. സോ ATS ഫ്രണ്ട്ലി ഫോർമാറ്റിൽ റെസ്യൂമേ ചേഞ്ച് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. സോ നിങ്ങൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു ട്രഡീഷണൽ റെസ്യൂമേ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻ എലമെൻറ്റ്സോ മറ്റ് കളേഴ്സോ അങ്ങനെയുള്ള മറ്റൊന്നും ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ATS ഫ്രണ്ട്ലി റെസ്യൂമെയാണ്. ഏതൊരു ATS സോഫ്റ്റ്വെയറിനും കൃത്യമായിട്ട് അത് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, അൺലെസ് അവരൊരു ഡോക് ഫോർമാറ്റിൽ റെസ്യൂമെ വേണമെന്ന് ആവശ്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും PDF ഫോർമാറ്റിൽ തന്നെ റെസ്യൂമെ ഒരു ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കുക. വളരെ ചുരുക്കം സാഹചര്യങ്ങളിൽ മാത്രം ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു റിക്രൂട്ടർ ഡോക് ഫോർമാറ്റിൽ അല്ലെങ്കിൽ വേർഡ് ഫോർമാറ്റിൽ റെസ്യൂമെ അയക്കാൻ പറയുമ്പോൾ അങ്ങനെ കൊടുക്കുക. ആദ്യം പറഞ്ഞതുപോലെ ATS ഫ്രണ്ട്ലി ഫോർമാറ്റ് അല്ലെങ്കിൽ ATS ഫ്രണ്ട്ലി ടെംപ്ലേറ്റ് എന്നിവയെ പറ്റിയാണ് നമ്മൾ കൺസേൺഡ് ആവുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ്സ് അബൌട്ട് ദ കോണ്ടന്റ്. സോഫ്റ്റ്വെയറിന് നമ്മുടെ റെസ്യൂമെ വായിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഓക്കെ, പക്ഷേ അത് വായിക്കുമ്പോൾ എന്താണ് അത് മനസ്സിലാക്കുന്നത്, അത് എന്ത് വായിക്കുന്നു എന്നുള്ളിടത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പ്രോപ്പറായിട്ടുള്ള കീവേഡ്സ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു റോൾ മാത്രം കണ്ടിട്ട് അപ്ലൈ ചെയ്യലല്ലോ, അതിനൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതായത് ആ ജോബിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അവർ കൊടുക്കുന്നുണ്ടാവും. സോ ഇന്ന റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളത്. അതായത് BCom അല്ലെങ്കിൽ MCom അങ്ങനെ ക്വാളിഫിക്കേഷൻസ് ആവാം, സ്കിൽസ് ആവാം, സോഫ്റ്റ്വെയർസ് അറിയുന്നതിനെ പറ്റിയാവാം, എക്സ്പീരിയൻസിനെ പറ്റിയാവാം. ഇതൊക്കെ കീവേഡ്സ് ആണ്. അവർ ചോദിക്കുന്ന കീവേഡ്സ് നമുക്കുണ്ടെങ്കിൽ അത് റെസ്യൂമേയിൽ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചും ഇവ മാറാം. അത് നമ്മൾ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കീവേഡ്സ് മിസ്മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് ആവശ്യമുള്ള കീവേഡ്സ് നമ്മളുടെ റെസ്യൂമേയിൽ ഇല്ലെങ്കിൽ അതൊരു മേജർ റീസണാണ്. ATS ഫ്രണ്ട്ലി റെസ്യൂമേ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അതുപോലെ തന്നെ ജനറലി വേണ്ട ഇൻഫർമേഷൻ ഇല്ലാതിരിക്കുക, മിസ്സിംഗ് ഇൻഫർമേഷൻ, നമ്മളുടെ എക്സ്പീരിയൻസിലോ കോൺടാക്റ്റ് ഇൻഫർമേഷൻ ആവാം, ക്വാളിഫിക്കേഷനിലെ കാര്യങ്ങളാവും, അങ്ങനെയുള്ള ജനറലായിട്ട് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ഇല്ലാതിരിക്കുന്നതും ആ ഒരു മിസ്സിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്നുകൊണ്ട് നമ്മളുടെ റെസ്യൂമെ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ATS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് വായിക്കാൻ പറ്റുന്ന ടെംപ്ലേറ്റോ ഫോർമാറ്റോ ആയിരിക്കണം എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മാത്രമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഓരോ തവണയും നമ്മൾ റെസ്യൂമെ എഡിറ്റ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യപ്പെടുന്ന 75 to 80% റെസ്യൂമേസിൽ നിന്ന് നമ്മളുടെ റെസ്യൂമെ സെലക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന 20 to 25% ഈസിലി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി ആണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങളുടെ റെസ്യൂമെ അയച്ചു കഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ട് റിവ്യൂ ഷെയർ ചെയ്ത് തരാനായിട്ട് സാധിക്കും. ഒപ്പം നിങ്ങൾക്കൊരു ATS ഫ്രണ്ട്ലി ടെംപ്ലേറ്റിൽ റെസ്യൂമെ തയ്യാറാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്പെർട്ട് ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആൻഡ് അവർ ടീം വിൽ അസിസ്റ്റ് യു. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.